വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ഫിൽ ജന്നത്തി ثمانية أبواب باب يسمى ريان لا يدخله إلا الصائمون. صدق رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت عيلتي أدركني. الصلاة والسلام عليك يا سيدي يا حبيب الله خذ بيدي قلت عيلتي أدركني. الصلاة والسلام عليك يا سيدي يا خليل الله خذ بيدي قلت عيلتي أدركني. ألا يا رسول الله إني عاشق وفي قبة الخضراء أراكم محمد صلاة وتسليم وزكاة تحيتي على المصطفى المختار خير البرية وعلم أمة سيدنا محمد اللهم صل وسلم وبارك وسلم. يا سيدي سندي ووصي ويا مددي كل ظاهرا للأعداء بالمدد مجير أرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين يا محي الدين يا محي الدين أبد القادر يا جيلاني. لكتوم ബഹുമാനവും സ്നേഹവും നിറഞ്ഞ സ്ഥലം ഖതീബ് ഉസ്താദ് അവർ, മറ്റ് മഹത്തുക്കളായ പണ്ഡിതന്മാർ, ഏനപ്പൈ അബ്ദുൽ കുഞ്ഞാജി, റഷീദാജി മുംതാസിലടക്കമുള്ള ഉമറാക്കൾ, സഹോദരന്മാർ, മുഅ്മിനീങ്ങൾ, അല്ലാഹു ജല്ല ജലാലുഹു ഈ മഹത്തായ സദസ്സും ഈ ജുമഅയും ഈ നോമ്പും ഓതിയ ഖുർആനും സദഖകളൊക്കെ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ പൊരുത്തം, നോട്ടം, തൃപ്തി, അംഗീകാരം, സഹായം, സ്നേഹം ഈ സദസ്സിനും ഈ നാടിന് ചുറ്റുപാട് പരിസര പ്രദേശത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബഹുമാനം കൊണ്ട് നമ്മളൊക്കെ അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. ഖൽബല്ലാഹു ശുദ്ധിയാക്കി തരുമാറാകട്ടെ. എല്ലാ ദോഷങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം ഭയഭക്തിയോടുകൂടി ധന്യമായി അല്ലാഹുവിനെ മാത്രം കാംക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, സ്വാലിഹായ അമലുകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് വിശിഷ്യ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ, പ്രത്യേകിച്ച് ഈ പള്ളിയുമായി കമ്മിറ്റിയിലുള്ള ഒരുപാട് പേര് നമ്മളിൽ നിന്ന് വിട പറഞ്ഞ ഉമറാക്കളുണ്ട്, ഉസ്താദന്മാരുണ്ട്, സയ്യിദന്മാരുണ്ട്. അല്ലാഹുവെ അവരുടെ ഖബറുടെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. ഖബറിൻ്റെ വിശാലത നൽകണേ അല്ലാഹ്. മഗ്ഫിറത്ത്, മർഹമത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ദറജ നീ ഉയർത്തണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഉമറാക്കൾ, പള്ളി കമ്മിറ്റിയിലുള്ള, അതുപോലെ തന്നെ നമ്മുടെ സഹോദര സഹോദരിമാർ, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഗുണകാംക്ഷികൾ, അഭികാംക്ഷികൾ എല്ലാവർക്കും ദീനീയത്തുള്ള ദീർഘായുസ്, ആഫിയത്ത്, ആരോഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഈ മഹത്തായ സദസ്സ് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നുന്നു. നമുക്കറിയാം, പരിശുദ്ധമായ റമദാൻ മാസം. ഞാൻ കുറേ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല, കുറച്ച് സംസാരിച്ച് ദുആ ചെയ്ത് പിരിയാം. ഓരോ സമയവും വിലപ്പെട്ട സമയങ്ങളാണ്. റമദാൻ മാസം നമ്മളിലേക്ക് കടന്നു വന്ന് അൽഹംദുലില്ലാഹ് തിരിഞ്ഞു നോക്കുമ്പോൾ 10 കഴിഞ്ഞു പോയിട്ടുണ്ട്.
വളരെ പെട്ടെന്നാണ് അള്ളാഹുവിൻ്റെ ബറക്കത്താക്കപ്പെട്ട മാസങ്ങൾ, ദിവസങ്ങൾ, സമയങ്ങൾ, സെക്കൻഡുകൾ നീങ്ങുന്നത് വളരെ പെട്ടെന്നായിരിക്കും. നമ്മൾ തിരിച്ചു പിടിക്കാനൊന്നും നോക്കിയാൽ അത് കിട്ടൂല. കഴിഞ്ഞത് കഴിഞ്ഞുപോയി. ഈ ഉമ്മത്തിന് അള്ളാഹു കനിഞ്ഞു നൽകിയ മാസമാണ് 12 മാസങ്ങളിൽ വളരെയധികം ശ്രേഷ്ഠതയുള്ള ബഹുമാനം, ആദരവ് അള്ളാഹു നൽകപ്പെട്ട മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. ഈ റമദാൻ മാസം ഇതിനു വേണ്ടി നമ്മൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ മഹത്തായ മാസത്തിന് 2 മാസം മുമ്പ് തന്നെ നമ്മൾ ഒരുങ്ങിയവരാണ്. റജബ് മാസത്തിൽ തന്നെ നമ്മൾ ഈ റമദാൻ മാസം എത്തിക്കണമെന്ന് നിരന്തരമായി 5 വക്ത് നിസ്കാരത്തിന് ശേഷം ഞാനും നിങ്ങളും ദുആ ചെയ്തതാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ അല്ലാഹു അതിലേക്ക് എത്തിച്ചു. എത്ര വലിയ ബഹുമാനം എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 മാസം മുമ്പ് തന്നെ ഈ മാസത്തിന് എത്തിച്ചു തരണം എന്ന് പറയണമെങ്കിൽ ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്ത്, ബഹുമാനമെന്ത്, ആദരവെന്ത്, സ്നേഹമെന്ത്. മാത്രമല്ല അള്ളാഹുവിൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റജബ് മാസം അത് അള്ളാഹുവിൻ്റെ മാസമാണെന്നും ശഅബാൻ എൻ്റെ മാസമാണെന്നും റമദാൻ മാസം എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണെന്നും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ മാസം കഴിഞ്ഞ് ആ സമയത്ത് തന്നെ ദുആ തുടങ്ങിയിരിക്കുന്നു. ഈ റമദാൻ മാസം നമ്മൾക്ക് എത്തിച്ചേർന്നു. അൽഹംദുലില്ലാഹ്, എത്തിച്ചു തന്നു പടച്ചറബ്. ആ റമദാൻ മാസത്തിനെ 30 നോമ്പ് ഉണ്ട് എങ്കിൽ അതിനെ 10 മാഷാ അല്ലാഹ് ഓരോ പ്രത്യേകത ആ 10 ദിവസത്തിന് വെച്ചിട്ടുണ്ട്. ഒരു 10 കഴിഞ്ഞു, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ നമ്മൾ ദുആ ചെയ്തു. റഹ്മത്തിൻ്റെ 10 എന്നുള്ളത് അത് നമ്മളിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞുപോയി. നമ്മളൊക്കെ ദ്വാരന്ന് അല്ലാഹു കബൂൽ ചെയ്യാം. 5 വക്ത് നിസ്കാരത്തിലും തറാവീയിലടക്കം നിരന്തരമായി നമ്മൾ ദുആ ചെയ്തു. റഹ്മത്തിന് തൊട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിന്, അല്ലാഹുമ്മ റഹംനി യാ റഹ്മൻ, നീ എനിക്ക് റഹ്മത്ത് ചെയ്യണം ദുആ ചെയ്തു. മാത്രമല്ല 30 ദിവസവും ചെയ്യേണ്ട ഒരു ദുആയുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. ഈ ദുആ അവസാനം വരെ ശവ്വാൽ പിറവി കാണുന്നത് വരെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിൽ പ്രധാനപ്പെട്ട 4 പോയിന്റുകൾ ഈ ദുആയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് തന്നെയാണ് മനുഷ്യന്റെ വിജയവും. മനുഷ്യന്റെ വിജയം ഈ 4 പോയിന്റിൽ ആണ് അല്ലാഹു ഒതുക്കിയിട്ടുള്ളത്. ഈ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. ഇത് വിട്ടുപോകാൻ പാടില്ല. ഇത് ദുആ ചെയ്തിട്ടാണ് ഓരോ 10ന്റെ പ്രത്യേകതകളുള്ള ദുആ നമുക്ക്. ഇപ്പൊ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ ഒന്നെല്ലാവരും ചൊല്ലി. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മൾക്ക് പുറത്തരട്ടെ. ഈ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. 4 പോയിന്റുകൾ. ഇത് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരെയാണ്? ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ചോദിക്കുന്നവരോടാണ് അല്ലാഹുക്ക് ഇഷ്ടം. അല്ലാഹുക്ക് ഇഷ്ടം ചോദിക്കുന്നവരാണ്. നല്ലവണ്ണം അല്ലാഹുവിനോട് ആരാണോ ചോദിക്കുന്നത് അവരെയാണ് അല്ലാഹുവിന് ഇഷ്ടം. ചോദിച്ചത് പടച്ച റബ്ബ് തരാതിരിക്കും. അല്ലാഹു നിരാശപ്പെടുത്തുകയില്ല. അല്ലാഹു വലിയ റഹ്മത്തുള്ളവനാണ്, വലിയ കൃപയുള്ളവനാണ്. അടിമകളോട് എന്തെന്നില്ലാത്ത സ്നേഹമാണ് മാലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ അല്ലാഹുവിനുള്ളത്.
അത് ഏത് വിധത്തിലാണെന്ന് ലോകത്തിൻ്റെ നേതാവ് അതിന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏത് വിധത്തിലാണ് പടച്ചറബ് ഒരു അടിമയെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരു ഉമ്മ ഒരു കുട്ടിയെ, ഒരു ചെറിയ പ്രസവിക്കപ്പെട്ട കുട്ടിയെ സ്നേഹിക്കുന്നതിനേക്കാൾ അപ്പുറം യജമാനനായ അല്ലാഹു അടിമയായ ഒരുത്തനെ അല്ലാഹു സ്നേഹിക്കുന്നു. ആര് പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രസവിക്കപ്പെട്ട ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ എത്ര കണ്ട് സ്നേഹിക്കും, എത്ര കണ്ട് സ്നേഹിക്കും. അതിനേക്കാൾ അപ്പുറമാണ് യജമാനനായ റബ്ബ് ഒരു അടിമയെ സ്നേഹിക്കുന്നതെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹുവിന്റെ സ്നേഹം എന്താണ്? അപ്പൊ ചോദിച്ചാൽ അല്ലാഹു വെറുതെ ആക്കോ? ഇല്ല, ചോദിച്ചത് മുഴുവനും അല്ലാഹു തരും. പക്ഷേ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം. എന്നാൽ മാത്രമേ റബ്ബ് നമ്മൾക്ക് പുറത്തു തരികയുള്ളൂ. അതെന്താണ്? ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. രാജാതിരാജനോട് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അല്ലാഹു പറഞ്ഞ ഒരുപാട് നിയമങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്, വിധികളുണ്ട്, വിലക്കുകളുണ്ട്. ആരോട്? അടിമകളോട് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ ദീൻ, ആ ദീൻ സുരക്ഷിതമാണ്, ആ ദീൻ സമ്പൂർണമാണ്. ആ ദീനിന് ഒരു കുറവും ഇല്ല, കുറവ് വരുത്താൻ ആർക്കൊണ്ടും സാധ്യമല്ല. അല്ലാഹുവിന്റെ ദീനാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ്. അത് അല്ലാഹുവിന്റെ മതമാണ്. ആ മതത്തിന് യജമാനനായ റബ്ബിന്റെ ഒരുപാട് നിയമങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്, വിധികളുണ്ട്, വിലക്കുകളുണ്ട്. ഇതൊക്കെ പാലിച്ചുകൊണ്ട് സസൂക്ഷ്മം ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവർ എന്തു ചോദിച്ചാലും പടച്ച റബ്ബ് കൊടുക്കുന്നതാണ്. അതാണ് ഞാൻ കണ്ടീഷൻസ് പറഞ്ഞത്. യജമാനന് ഒരുപാട് അടിമകളോട് കണ്ടീഷൻസ് ഉണ്ട്. ആ നിയമങ്ങളും നിബന്ധനകളും പറഞ്ഞ പ്രകാരം നടക്കുന്നവർ എന്തു ചോദിച്ചാലും പടച്ച റബ്ബ് കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് മുഅ്മിനീങ്ങളോട് അല്ലാഹു പറഞ്ഞത്, വിശ്വസിച്ചവരോട്, മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളോട് ബശ്ശിരിൽ മുഅ്മിനീൻ ബിഅന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറ എന്ന് വിശ്വാസികളോട് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുക. വിശ്വസിച്ച മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നിങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ബിഅന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറ. അല്ലാഹുവിന്റെ അടുക്കൽ വണ്ണമായ പ്രതിഫലം ആർക്കുണ്ട്? വിശ്വാസിനികൾക്കുണ്ട്. കാരണം എന്താണ്? അവർ അല്ലാഹുവിന്റെ റൂൾസിനെ, റെഗുലേഷൻ, നിയമങ്ങളും നിബന്ധനകളും പാലിച്ചവരാണ്. അല്ലാഹ് പറഞ്ഞ പ്രകാരം നടന്നവരാണ്. അതുകൊണ്ട് വലിയ ബഹുമാനവും ആദരവും അവർക്ക് വണ്ണമില്ലാത്ത പ്രതിഫലം അല്ലാഹു നൽകപ്പെടുന്നതാണ് പരിശുദ്ധ ഖുർആൻ. മനുഷ്യരായ നമ്മൾക്ക് അല്ലാഹു നൽകപ്പെട്ട ഈ മാസം റഹ്മത്തിന്റെ മാസം കഴിഞ്ഞുപോയി. റഹ്മത്തിന്റെ മാസം, റഹ്മത്തിന്റെ 10 കഴിഞ്ഞുപോയി. തിരിഞ്ഞു നോക്കുമ്പോൾ അത് അങ്ങോട്ട് കഴിഞ്ഞുപോയി. ഇപ്പോൾ മഗ്ഫിറത്തിന്റെ 10-ലാണ് നമ്മളുള്ളത്. 4 കാര്യങ്ങൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്താണ്. അത് ഒരിഞ്ച് തെറ്റിപ്പോകാൻ പാടില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഷഹാദത്ത് അത് ഒരിഞ്ച് പോലും നമ്മളിൽ നിന്ന് തെറ്റിപ്പോകാൻ പാടുള്ളതല്ല. തെറ്റിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവനാണ് നമ്മുടെ ശത്രുവായ, പ്രത്യക്ഷ ശത്രുവായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഏറ്റവും വലിയ ശത്രു നമ്മുടെ കൂടെ നടക്കുന്നവൻ തന്നെയാണ്, വേറെ ആരുമല്ല. നമ്മുടെ കൂടെ തന്നെ ഒരു ശത്രുവുണ്ട്, പ്രത്യക്ഷ ശത്രു എന്നാണ് പരിശുദ്ധ ഖുർആൻ ലഅനത്തുല്ലാഹി അലൈഹി, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നത്. പ്രത്യക്ഷ ശത്രു, നമ്മുടെ കൂടെ തന്നെ നടക്കുന്ന ശത്രുവാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവന്റെ പണി എന്താണ്? അവന്റെ പണി ഈ ഭൂമി ലോകത്ത് അല്ലാഹുവിന്റെ അടിമകളെ വഴിതെറ്റിപ്പിച്ചു കൊണ്ടുപോയി നരകത്തിലേക്ക് കൂട്ടുക, ആളെ ചേർക്കുക എന്നുള്ളതാണ് അവന്റെ പണി. ആ പണിയിൽ നിന്ന്, അവന്റെ പണിയിൽ നിന്ന് പിന്തിരിയാനാണ് അല്ലാഹുവിന്റെ ദീന് ഇവിടെ അല്ലാഹു കൊണ്ടുവന്നത്. അല്ലാഹ് പറഞ്ഞതുപോലെ നടന്നവരെ അവനെ തെറ്റിക്കാൻ സാധ്യമല്ല. വളരെ വ്യക്തമായി സൂറത്തുൽ സാഫാത്തിൽ വളരെ വ്യക്തമായി അല്ലാഹു പറയുന്നുണ്ട്, എന്റെ മുഖ്ലിസീങ്ങളായ, എന്റെ നിയമങ്ങളെയും നിബന്ധനകളെയും പാലിച്ച, സൂക്ഷ്മതയോടുകൂടി ജീവിച്ച മുഖ്ലിസീങ്ങളായ അടിയാറുകളെ വൈബിയപ്പിക്കാൻ ഇബ്ലീസിന് ലഅനത്തുല്ലാഹി അവന് സാധ്യമല്ല എന്ന്
പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആരാകണം? മുഖ്ലിസീങ്ങളായ അടിയാറുകളാകണം. അള്ളാഹുവിനെ ശരിക്കും മനസ്സറിഞ്ഞുകൊണ്ട്, നമ്മൾ അള്ളാഹുവിനെ കണ്ടില്ല എങ്കിലും രാജാതിരാജനായ അള്ളാഹ് ഓരോ സെക്കൻഡ് നേരവും നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ഇഹ്സാനോടുകൂടിയുള്ള ഒരു ഇബാദത്തായിരിക്കണം നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. എപ്പോഴും അള്ളാഹ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഈ രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് നമ്മൾ വളരെ സൂക്ഷ്മത നമ്മൾക്ക് കൈമുതലാകുന്നതാണ്. ഈ നിലക്ക് ജീവിച്ച മഹാന്മാരാണ് അള്ളാഹുവിന്റെ മുഖ്ലിസീങ്ങളായ അടിയാറുകൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ എന്ന് പറയുന്നു. അള്ളാഹു ആ വിഭാഗക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഷഹാദത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അസ്തഗ്ഫിറുല്ലാഹിൽ അദീം വലിയ ദിക്റാണ്. ചെറിയ നമ്മൾക്ക് നിസ്സാരമായി കാണും. അസ്തഗ്ഫിറുല്ലാഹിൽ അദീം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നിസ്സാരമായി കാണും. പക്ഷേ വലിയ അള്ളാഹു ഏറ്റവും വലിയ ഇഷ്ടപ്പെടുന്ന ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹിൽ അദീം. ചൊല്ലിയാൽ വെറും പുറത്തു തരുന്നത് മാത്രമല്ല, അള്ളാഹു ആ മനുഷ്യന് കൊടുക്കുന്ന ഗുണങ്ങളെയും ഫലങ്ങളെയും കേട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അസ്തഗ്ഫിറുല്ലാഹിൽ അദീം നിർത്തില്ല. നിരന്തരമായി ഏത് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളുണ്ട് എങ്കിലും സുബ്ഹാനല്ലാഹ് വുളൂ കൊടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അള്ളാഹുവിലേക്ക് മുന്നിട്ട് നിന്നുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹിൽ അദീം എന്ന് നിരന്തരമായി പറഞ്ഞ് മനസ്സറിഞ്ഞുകൊണ്ട് പാശ്ചാത്തപിച്ച് ദുആ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷനുകൾ അല്ലാഹു മാറ്റിത്തരും. എല്ലാ പ്രയാസങ്ങളും, എല്ലാ മനസ്സിന്റെ ദൗർലഭ്യങ്ങളും, എല്ലാ പ്രാരാബ്ധങ്ങളെയും സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും മാറ്റിമറിക്കുന്നതാണ് അള്ളാഹുവിന്റെ ഓർമ്മ എന്നുള്ളത്, ദിക്ർ എന്നുള്ളത്. അതിനിവിടെ ഒരു ഡോക്ടർക്കും മരുന്ന് തരാൻ സാധ്യമല്ല. ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുഃഖത്തിന് ഇവിടെ ആർക്കും ഒരു മരുന്ന് തരാൻ പറ്റില്ല. ഒരു മരുന്നുണ്ട്, ഒറ്റമൂലിയുള്ള ഒരു മരുന്ന്, അതാണ് അള്ളാഹുവിന്റെ ദിക്ർ. അല്ലാഹുവിനോട് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഹൃദയത്തിന് ശാന്തി വേണോ, സമാധാനം വേണോ, ഐശ്വര്യം വേണോ, നിനക്ക് എപ്പോഴും അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കണോ, എന്നെ ഓർക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ലാല അല്ലാഹുവിനെ ഓർക്കുക, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, അല്ലാഹുവിലേക്ക് അടുക്കുക, നിസ്കരിക്കുക, പരിശുദ്ധമായ ഖുർആൻ ഓതുക. ഇതൊക്കെ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴികളാണ്. സുബ്ഹാനല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഷഹാദത്ത്, അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ഇസ്തിഗ്ഫാർ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. പ്രിയപ്പെട്ടവരെ, നമ്മൾ കിടക്കേണ്ട ഈ ജീവിതത്തിൽ, ഈ ഭൗതിക ലോകത്ത് ഒരുപാട് മനുഷ്യന് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഭൗതിക ലോകത്ത് എല്ലാ കാര്യങ്ങളും, മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് ഈ അനുഗ്രഹത്തെ നമ്മൾ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുവിനെ ധിക്കാരം ചെയ്തു കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും അല്ലാഹു ഒരുക്കി വെച്ച മരണമില്ലാത്തൊരു ലോകമുണ്ട്. മരണത്തെ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും നടുവിൽ വെച്ചുകൊണ്ട് മരണത്തെ അല്ലാഹു അറുക്കപ്പെടുന്നതാണ്. നരകവാസികൾക്ക് മരണമില്ല, സ്വർഗവാസികൾക്ക് മരണമില്ല. മരണം തീർന്നു പ്രിയപ്പെട്ടവരെ. മരണത്തെ അവിടുത്തെ അറുക്കുകയാണ്. മരണം നരകത്തിലില്ല, സ്വർഗത്തിൽ മരണമില്ല. മരണമില്ലാത്ത ലോകത്തേക്ക് മരണമുള്ള ഈ ലോകം അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് ഒരുക്കി വെച്ചു. എന്തിനു വേണ്ടി? അള്ളാഹു പരിശോധിക്കാൻ വേണ്ടി. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് സൂറത്തുൽ മുൽക്കിൽ 2-ാമത്തെ ആയത്ത് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് എന്താണ്? നിനക്ക് തന്ന ജീവിതവും മരണവും വെറുതെയാണെന്ന് നീ കരുതുന്നുണ്ടോ? വെറുതെയാണ് അല്ലാഹു തന്നതല്ല. അല്ലാഹു തന്നത് ശരിക്കും നിന്നെ പരിശോധിക്കാൻ വേണ്ടിയാണ്. അതിനാണ് മരണം വെച്ചത്. ജീവിതം തന്നു. ഏത് സമയത്തും മരണം മനുഷ്യനെ പിടികൂടും. അത് രോഗം വരണമെന്നില്ല. എത്ര പിഞ്ചുമക്കളാണ് ഇന്ന് പ്രസവിച്ച പിഞ്ചുമക്കൾ അള്ളാഹുവിലേക്ക് യാത്രയായവർ എത്രയുണ്ടാകും? എന്റെ പ്രായത്തിൽ ഒരു അസുഖവുമില്ലാതെ മരിച്ചുപോയവർ എത്രയുണ്ടാകും ഇന്നത്തെ ദിവസം? പ്രിയപ്പെട്ടവരെ, മരണത്തിന് രോഗമല്ല, മരണം ഏത് സമയത്തുമുണ്ട്.
അവസാനത്തെ ആയത്ത് മനുഷ്യനോട് പറയുന്നത് ഗൗരവമായി അല്ലാഹു അടിമകളോട് പറയുന്ന ഒരു വചനമാണ്. ഈ നിമിഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നുണ്ട്, ഞാൻ ഈ സംസാരം നിർത്തുമെന്ന് എനിക്കൊരു ധാരണയുമില്ല. പ്രിയപ്പെട്ടവരെ, ഉണ്ടോ? ഗ്യാരണ്ടിയായി പറയാൻ പറ്റുമോ ഞാൻ ഈ സംസാരിക്കുമ്പോൾ എന്റെ സംസാരം ഇവിടെ നിർത്തുമെന്ന് പറയാൻ ധൈര്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇല്ല. അതാണ് അല്ലാഹു പറയുന്നത്, അടുത്ത നിമിഷം നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ധാരണയും നിനക്കില്ല. ഏത് സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് നിന്റെ മരണം ഞാൻ പിടിക്കുക എന്നുള്ള ഒരു ബോധവും നിനക്ക് തന്നിട്ടില്ല. ഓ, എന്താണ് പ്രിയപ്പെട്ടവരെ ഖുർആനിന്റെ ഗൗരവം! അല്ലാഹു അടിമകളോട് പറയുന്ന ഗൗരവത്തിലുള്ള ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? പരിശുദ്ധ ഖുർആൻ അതാണല്ലോ അത്ഭുതം, അതാണല്ലോ അത്ഭുതം. ആ ഖുർആനിനെ ഒരു നേരം 24 മണിക്കൂർ തന്നിട്ട് ഒരൊറ്റ ഒരു പേജ് ഞാനും നിങ്ങളും ഓതിയില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങളും മോഹിക്കുന്നുണ്ടോ സുഖലോക മരണമില്ലാത്ത ലോകത്ത് സുഖലോക സ്വർഗത്തിലേക്ക് എന്നെയും നിങ്ങളെയും അല്ലാഹു കടത്തുമെന്ന് മോഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, സ്വർഗം ആർക്ക് ഒരുക്കി വെച്ചതാണ്? സ്വർഗം ആർക്ക് ഒരുക്കി വെച്ചതാണ്? മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ചതാണ്. ആരാണ് മുത്തഖീങ്ങൾ? മുത്തഖീങ്ങൾ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഈ ലോകത്ത് അല്ലാഹുവിന്റെ നിയമങ്ങളും നിബന്ധനകളും വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിച്ച മഹാത്മാക്കളാണ് മുത്തഖീങ്ങൾ. അവർക്ക് ഒരുക്കി വെച്ചതാണ് പരിശുദ്ധമായ സുഖലോക സ്വർഗം. ആ സ്വർഗം അത് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം ഞാനും നിങ്ങളും. കാരണം നമ്മുടെ അമലുകൾ നമ്മൾ തന്നെ ഒന്ന് ആത്മപരിശോധന നടത്തണം. ആത്മപരിശോധന നടത്തേണ്ട ഏറ്റവും നല്ല മാസമാണ് റമദാൻ മാസം. എന്റെ ആത്മാവ് എനിക്ക് തന്ന വയസ്സ്, പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വെറുതെയാകുമോ? ഇല്ല. ഓരോ സെക്കൻഡും 4 ചോദ്യങ്ങൾ വളരെ പ്രധാനമാണ് പ്രിയപ്പെട്ടവരെ. 4 ചോദ്യങ്ങൾ പരലോകത്ത് വെച്ചുകൊണ്ട് മാലികുൽ മുലൂക്കായ രാജാതിരാജനായ അല്ലാഹ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ച ശ്വാസം തന്ന പടച്ച റബ്ബ്, ഇവിടെ അനുഗ്രഹങ്ങൾ തന്ന റബ്ബ്, ഒരു സെക്കൻഡ് നേരം ശ്വാസത്തിന്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, അല്ലാഹ് തന്ന ശ്വാസത്തിന്റെ വില, അല്ലാഹ് തന്ന ശ്വാസത്തിന്റെ വില. ഒരു സെക്കൻഡ് നേരം അതിനെ പിടിക്കുമ്പോൾ, ആ ശ്വാസത്തിനൊന്ന് പിടിക്കുമ്പോൾ, യാ സുബ്ഹാനല്ലാഹ്, എന്താണ് ശ്വാസം പ്രിയപ്പെട്ടവരെ! അപ്പോഴാണ് അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിച്ചു പോകുന്നത്. ഇങ്ങനെ പടച്ച റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, എന്റെ അനുഗ്രഹങ്ങൾ, ഞാൻ തന്ന ആശ്വാസങ്ങൾ, ഞാൻ തന്ന നിങ്ങൾക്ക് തന്ന സൗകര്യങ്ങളെ കുറിച്ച് ഇവിടെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ആ മാലികുൽ മുലൂക്കായ രാജാതിരാജനായ അല്ലാഹു ചോദിക്കുന്ന ചോദ്യം, 4 ചോദ്യം, ഞാനും നിങ്ങളും ഹൃദയത്തിൽ കുത്തിവെക്കേണ്ട ചോദ്യം. 4 ചോദ്യങ്ങൾ. ആ ഓരോ ചോദ്യത്തിനും 100 കണക്കിന് വിശദീകരണങ്ങളുണ്ട്. അതൊന്നും പറഞ്ഞാൽ തീരുകയില്ല പ്രിയപ്പെട്ടവരെ. 4 ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കണം. ആ കൊത്തിവെച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ നിരന്തരമായി ജീവിക്കുന്നത്. അതുമായി 4 ചോദ്യങ്ങളുമായാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്ന്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആയുസ്സിനെ കുറിച്ച് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ എന്താ വിചാരിച്ചത് പ്രിയപ്പെട്ടവരെ? ഞാനും നിങ്ങളും വിചാരിച്ചത് ഒന്നും ചോദ്യം ചെയ്യാതെ സുഖലോക സ്വർഗത്തിലേക്ക് അല്ലാഹു കിടത്തുമെന്നോ? ഇല്ല. ഈ 4 ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്, പ്രാധാന്യമാണ്. ഈ 4 ചോദ്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ വേണ്ടത്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താതെ ഈ ലോകത്തിൽ നിന്ന് പോയിട്ട് ഒരു കാര്യവുമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ തുടങ്ങും. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അള്ളാഹ് ശിക്ഷിക്കപ്പെടാൻ തുടങ്ങും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 4 ചോദ്യം, ആയുസ്സിനെ കുറിച്ചുള്ളൊരു ചോദ്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തുകയാണ് പ്രിയപ്പെട്ടവരെ. ആയുസ് വളരെ പ്രധാനമാണ്. ആയുസ് വളരെ, ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ നോമ്പ് നമുക്ക് അല്ലാഹു തന്നു. ഇത് തീരുമോ? ഇത് പൂർത്തിയാക്കുമോ? അറിയില്ല പ്രിയപ്പെട്ടവരെ. ഇത് പൂർത്തിയാക്കും ഒരാൾക്കും പറയാൻ സാധ്യമല്ല. അല്ലാഹു ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യണം, ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യണം. പക്ഷേ ആ ദുആയുടെ കൂടെ ഉൾപ്പെടുത്തണം എന്താണ്? ദീർഘായുസ് വെറുതെ ആരോഗ്യമില്ലാതെ തന്നിട്ട് കാര്യമില്ല. ആരോഗ്യമില്ലാതെ 100 കൊല്ലം ജീവിച്ചിട്ട് ഇവിടെ എന്താ കാര്യം? ഒരു കാര്യവുമില്ല. മാത്രമല്ല, അല്ലാഹുവിനെ ഓർമ്മിക്കാതെ ഇവിടെ ആയുസ് ദീർഘപ്പെട്ടിട്ട് എന്താണ് കാര്യം? ഒരു കാര്യവുമില്ല. ദീർഘായുസ് ചെയ്യുമ്പോൾ
ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദുആ ചെയ്യണം, അല്ലാഹ് നിന്നെ അറിഞ്ഞുകൊണ്ട് ഒരുപാട് കാലം നിനക്ക് വേണ്ടി നന്മകൾ ചെയ്യാൻ, ഈ ലോകത്ത് വേണ്ടി ജനങ്ങൾക്കുള്ള നന്മകൾ ചെയ്യാൻ നീ എനിക്ക് അങ്ങനെയുള്ള വലിയ ദീർഘായുസ് ആഫിയത്ത് എനിക്ക് നീ നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ, എന്ന് ദുആ ചെയ്യണം. ആയുസിനെ കുറിച്ച് ചോദ്യം ചെയ്യും. സമയം പ്രധാനമാണ്, സമയം പ്രധാനമാണ്. ഒരു സെക്കൻഡ് നേരം നമുക്കറിയാം, ഇന്ന് ആധുനിക ലോകം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു സാധനമാണ് ഫോൺ എന്നുള്ളത്. എല്ലാവർക്കും പ്രിയപ്പെട്ടവരെ, ആ ഫോണിലാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ജനറേഷൻ മുഴുവനും, വരുന്ന ജനറേഷൻ മുഴുവനും ഏതിലാണ് ഇപ്പോൾ? ചെറിയ പിഞ്ചു മക്കൾ വരെ ഫോണിലാണ്. കൈവിന്റെ പരമാവധി നമ്മൾ മനസ്സിലാക്കണം, സമയത്തെ അത് കൊല്ലുകയാണ്, സമയത്തെ കൊല്ലുകയാണ്. ആവശ്യത്തിന് നോക്കണം, നോക്കണ്ട എന്ന് ഞാൻ പറയില്ല, കാരണം ഇന്ന് ആവശ്യമാണ്, ആവശ്യത്തിന് നോക്കണം. അനാവശ്യമായി ദീർഘനേരം 24 മണിക്കൂറിൽ എത്രയോ മണിക്കൂറുകൾ അതിൽ തള്ളുകയാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ ദിക്ർ ചെല്ലാൻ നമ്മൾക്ക് പറ്റുന്നില്ല. ഒരു 5 വക്ത് നിസ്കാരം ജമാഅത്തോടുകൂടി 24 മണിക്കൂറിൽ 5 വക്താണ് മനുഷ്യന്റെ ഇബാദത്തുകളിൽ വെച്ച്, ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഇബാദത്തായ പരിശുദ്ധമായ നിസ്കാരം. ആ നിസ്കാരം 5 വക്ത് ക്രമപ്പെടുത്തി അല്ലാഹു തന്നു. ഒരുപാട് 24 മണിക്കൂറും നിസ്കരിക്കണമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. 5 വക്തിൽ വളരെ പ്രധാനമായ സുബ്ഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, ഇങ്ങനെ ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 5 വക്ത് നമ്മൾക്ക് അല്ലാഹു നൽകപ്പെട്ടു. ആ 5 വക്ത് എത്ര മിനിറ്റ് എടുക്കും പ്രിയപ്പെട്ടവരെ? ഒന്ന് ആലോചിച്ചു നോക്കൂ. 24 മണിക്കൂറിൽ എത്ര മിനിറ്റ് മാറ്റി വെക്കേണ്ടി വരും? ഒരു 15-20 മിനിറ്റ് അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ ശ്രേഷ്ഠമാക്കപ്പെട്ട നിസ്കാരത്തിന് എനിക്കും നിങ്ങൾക്കും മാറ്റിവെക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ മരണമില്ലാത്ത സുഖലോക സ്വർഗത്തിലേക്ക് ഞാനും നിങ്ങളും കിടക്കുമെന്ന് മോഹിച്ചിട്ട് കാര്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? പ്രിയപ്പെട്ടവരെ, ആലോചിക്കേണ്ട വിഷയമാണ് 5 വക്ത് നിസ്കാരം. ആ നിസ്കാരം ആണ് ഞാൻ പറഞ്ഞത്, സമയം വലിയ പ്രാധാന്യമാണ്. ഒരു സെക്കൻഡ് പിന്നിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, നമ്മുടെ ഒരു സെക്കൻഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കിട്ടാനില്ല പ്രിയപ്പെട്ടവരെ. ഓരോ സമയവും വിലപ്പെട്ടതാണ്. അടുത്ത നിമിഷം അല്ലാഹുവിന് വേണ്ടിയുള്ളതാകണം, അടുത്ത നിമിഷം അല്ലാഹുവിന് വേണ്ടിയുള്ളതാകണം. ഇങ്ങനെ ഒരു മനസ്സിൽ ഒരു ഉറച്ച തീരുമാനം നമ്മൾ എടുക്കണം. ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ സമ്പത്തിനെ കുറിച്ച് അല്ലാഹു ചോദിക്കും, അല്ല ആയുസ്സിനെ കുറിച്ച് ചോദിക്കും, സമ്പത്തിനെ കുറിച്ച് ചോദിക്കും, സമയത്തെ കുറിച്ച് ചോദിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ, 4 ചോദ്യങ്ങൾ വളരെ വ്യക്തമായി അല്ലാഹു ചോദിക്കുന്നതാണ് മനുഷ്യരോട്. സമയം, ആയുസ്, സമ്പത്ത് നമ്മൾ മനസ്സിലാക്കണം. ഈ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ശരിക്കും ബോധവാന്മാരാകണം. ഓരോ സമയവും വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമ്പത്ത് പ്രിയപ്പെട്ടവരെ, അത് വലിയ വിഷയമാണ്. സമ്പത്തിനെ കുറിച്ച് ആരും ഇന്ന് ചിന്തിക്കുന്നില്ല. എന്താണ് വിചാരിക്കുന്നത്? എല്ലാം മുങ്ങിക്കുളിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഏതിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു? ഏതിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈ റമദാൻ മാസത്തിൽ ഈ പള്ളിയിൽ വെച്ച് പറയാൻ ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. സമ്പത്ത് അല്ലാഹു നിരോധിച്ച ഹറാമാക്കിയ കാര്യത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധികൾ അല്ലാഹു നൽകപ്പെടും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിര. ഈ സമ്പത്തിനെയൊക്കെ പിടിച്ചു നിർത്തുന്നവനാരാണ്? മാലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ അല്ലാഹുവാണ്. നിനക്ക് തന്ന സമ്പത്ത് നീ എങ്ങനെ ഉണ്ടാക്കണം, നീ എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത്? 2 ചോദ്യമാണ് സമ്പത്തിനെ കുറിച്ച് അല്ലാഹു ചോദിക്കുന്നത്. നീ എങ്ങനെ ഉണ്ടാക്കി, നീ എങ്ങനെയാണത് വിനിയോഗിച്ചത്, നീ എങ്ങനെയാണ് വിനിയോഗിച്ചത്, നീ എങ്ങനെ ഉണ്ടാക്കി? ഈ 2 ചോദ്യങ്ങളാണ് സമ്പത്തിനെ കുറിച്ച് ചോദിക്കുന്നത്. വളരെ വ്യക്തമായ ചോദ്യമാണ്. നമ്മുടെ സമ്പത്തിന്റെ അടിത്തറ നമ്മൾ തന്നെ പരിശോധിക്കണം. ഈ സമ്പത്തിൽ ഹറാമ് കലർന്നിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അല്ലാഹു വിടില്ല പ്രിയപ്പെട്ടവരെ, അല്ലാഹു വിടില്ല. സമ്പത്തിൽ ഹറാമ് കലർന്നിട്ടുണ്ടോ ചോദ്യം ചെയ്യപ്പെടും. ആ സമ്പത്തിനെ മുഴുവനും നിന്റെ മുഖത്തേക്ക് വലിച്ച് അല്ലാഹു എറിയപ്പെടും പ്രിയപ്പെട്ടവരെ. ആലോചിക്കേണ്ട വിഷയമാണ്, ആലോചിക്കേണ്ട വിഷയമാണ്. ഇതിനെക്കുറിച്ചൊന്നും ആരും ഒന്നും പറയുന്നില്ല പ്രിയപ്പെട്ടവരെ.
സമ്പത്ത് വളരെ ഗൗരവമാണ്. ഈ സമ്പത്ത് ഹറാമിന്റെ സമ്പത്താണ്. നിന്റെ മക്കൾക്ക്, നിന്റെ ഭാര്യയ്ക്ക്, നിന്റെ കുടുംബത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ മക്കൾ നിനക്ക് തിരിച്ചടിക്കുമെന്നുള്ളത് ഓർമ്മ വെക്കണം. ആ ഭാര്യ നിനക്ക് തിരിച്ചടിക്കുമെന്ന് ഓർമ്മ വെക്കണം. നീ ഉണ്ടാക്കിയ സാമ്രാജ്യങ്ങൾ അതൊക്കെ നിനക്ക് എതിര് നിൽക്കുമെന്നുള്ളത് ഓർമ്മ വേണം പ്രിയപ്പെട്ടവരെ. എന്താണ് എഴുതിയിരിക്കുന്നത്? ഇതൊക്കെ ചോദ്യങ്ങളാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട്, മഹ്ശറിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. സമ്പത്തിനെ കുറിച്ച്, ആയുസ്സിനെ കുറിച്ച്, സമയത്തെ കുറിച്ച്, ആരോഗ്യം പ്രിയപ്പെട്ടവരെ, അല്ലാഹു തന്ന ആരോഗ്യം. ഇതിപ്പോൾ നല്ല നാവ് കൊണ്ട് ഞാൻ സംസാരിക്കുന്നു. ഈ നാവിനെ ഒരു സെക്കൻഡ് നേരം അല്ലാഹുവിന് പിടിച്ചു നിർത്താൻ പറ്റും. അങ്ങനെ ഓരോ അവയവങ്ങൾ അല്ലാഹുവിന് പിടിച്ചു നിർത്താൻ പറ്റും. കണ്ണുകൊണ്ട് കാണുന്നത് എന്തിനാണ് അല്ലാഹു കണ്ണ് തന്നത്? കണ്ണ് തന്ന അല്ലാഹുവിന്റെ ഖുദ്റത്തിൽ ആലോചിച്ച് കണ്ണുകൊണ്ട് കണ്ട് അല്ലാഹുവിന് നാവ് കൊണ്ട് ദിക്ർ ചെല്ലാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ കണ്ണിന് എന്തിനുപയോഗിക്കുന്നു ആലോചിക്കുക. നാവ് എന്തിനുപയോഗിക്കുന്നു ആലോചിക്കുക. ചെവി എന്തിനുപയോഗിക്കുന്നു ആലോചിക്കുക. ആരോഗ്യം വളരെ പ്രധാനമാണ്. ആരോഗ്യമുള്ള സമയത്ത് ആണ് ഇബാദത്ത് ചെയ്യേണ്ടത്. ആരോഗ്യമില്ലാതെ കിടത്തത്തിലായിട്ട് നടക്കാൻ കഴിയില്ല. കിടത്തത്തിലാണ് 10 വയസ്സ് ഇപ്പോഴാണ് ബോധം വന്നത്. അല്ലാ, എണീച്ചൊന്ന് പള്ളിക്ക് പോണായിരുന്നു, ഒന്ന് എഴുന്നേറ്റ് പള്ളിക്ക് പോണായിരുന്നു, ഒന്ന് ഇപ്പോഴാണ് എനിക്ക് സദക്ക ചെയ്യാൻ ഓർമ്മ വരുന്നത്. എല്ലാം ഓർമ്മ വരുന്നപ്പോ കിടന്നിട്ടാകുമ്പോ ആരോഗ്യമില്ലാതിരുമ്പോ ഓതിച്ചിട്ട് കാര്യമില്ല. ആരോഗ്യമില്ലാതിരി കിടന്നിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. ആരോഗ്യമുള്ള സമയത്ത് നല്ലവണ്ണം അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടം യുവത്വത്തിൽ ചെയ്യുന്ന ഇബാദത്തിലാണ്. നല്ല ചോരത്തിളപ്പുണ്ടാകുമ്പോൾ അല്ലാഹുവിനെ നിസ്കരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം. നല്ലവണ്ണം നിസ്കരിക്കണം, ഖുർആൻ ഓതണം, സദഖ ചെയ്യണം, നോമ്പ് നോക്കണം, സാമൂഹിക സേവനം ചെയ്യണം. നല്ല ആരോഗ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ നല്ലവണ്ണം നന്മകൾ ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ 4 ചോദ്യങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ കുത്തിവെക്കേണ്ട ചോദ്യങ്ങളാണ്. ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ, ഒന്നും കൂടി പറയുകയാണ്. ആയുസ്സിനെ കുറിച്ച് ചോദ്യം ചെയ്യും, സമയത്തെ കുറിച്ച് ചോദ്യം ചെയ്യും, സമ്പത്തെ കുറിച്ച് ചോദ്യം ചെയ്യും, ആരോഗ്യത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യും. ഇതില്ലാതെ ഈ ലോകത്ത് ഒരു മനുഷ്യൻ ഉണ്ടാകില്ല. ഈ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താതെ ഈ 4 കാര്യത്തിലും അല്ലാഹുവിനെ ധിക്കരിച്ചാണ് നമ്മൾ പ്രവർത്തിച്ചതെങ്കിൽ അതിന്റെ പരിണിത ഫലം, അല്ലാഹു തരുന്ന ശിക്ഷ, അല്ലാഹു തരുന്ന പരീക്ഷണം, അല്ലാഹു തരുന്ന പരിശോധന മനുഷ്യന് താങ്ങാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. മനുഷ്യന് താങ്ങാൻ സാധ്യമല്ല. ഈ നിലക്ക് അല്ലാഹു പരിശോധിക്കും. നീ ആരോഗ്യത്തിന് അല്ലാഹുക്കെതിരെ പ്രവർത്തിച്ചോ, ആരോഗ്യം കൊണ്ട് അല്ലാഹു പരിശോധിക്കും. ആരോഗ്യത്തിനെ ക്ഷീണിപ്പിച്ചിട്ട് അല്ലാഹു തിന്ന് പരിശോധിക്കും പ്രിയപ്പെട്ടവരെ. അല്ലാഹു വെറുതെ വിടുന്നു പറഞ്ഞു, ദുനിയാവ് തന്നെ പരിശോധിക്കും. അതിന്റെ ഒരു അംശം ദുനിയാവ് തന്നെ ആരോഗ്യത്തിന് ക്ഷീണം തരും, കിടത്തുമല്ല. നല്ലവണ്ണം കളിച്ചിട്ടുണ്ടോ, അല്ലാഹുവിനെതിരെ ആരോഗ്യം കൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ, അല്ലാഹു കിടത്തിക്കളയും പ്രിയപ്പെട്ടവരെ. അല്ലാഹു അത്തരക്കാരിൽ നിന്നൊക്കെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സമ്പത്ത് അല്ലാഹു തന്ന സമ്പത്ത്, അല്ലാഹുവാണ് സമ്പത്ത് തരുന്നവൻ, നീ ഉണ്ടാക്കുന്നതല്ല. നിനക്കുണ്ടാക്കാനുള്ള ആരോഗ്യവും സമയങ്ങളും നിനക്കുള്ള ബുദ്ധിയും ഒക്കെ തന്നവനാരാണ്? മാലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ അല്ലാഹുവാണ്. എന്തിന് തന്നു പ്രിയപ്പെട്ടവരെ? സമ്പത്തൊരു പരിശോധനയാണ്. സമ്പത്തൊരു പരിശോധനയാണ്. നീ എങ്ങനെ അതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചോദ്യം ചെയ്യും. സമ്പത്തിൽ കളിച്ചിട്ടുണ്ടോ, അല്ലാഹുവിനെതിരെ സമ്പത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, സമ്പത്ത് കൊണ്ട് അല്ലാഹു പരിശോധിക്കും. അടിത്തറ തന്റെ സമ്പത്തിന്റെ കൊണ്ട് വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും പ്രിയപ്പെട്ടവരെ. ചില്ലറ പരീക്ഷണങ്ങളല്ല. ഇടി കുടുംബം ഒന്നടങ്കം ബേജാറായി പോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതിന്റെ മുന്നിൽ നിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയില്ലേ, കടങ്ങൾ കൂടി 3 കോടി 10 കോടി കടമാക്കി മേലോട്ട് നോക്കി കയ്യും മലർത്തി നിൽക്കുന്ന എത്രയോ പേരുണ്ട് പ്രിയപ്പെട്ടവരെ, എത്രയോ പേരുണ്ട്. കുടുംബങ്ങൾ അവസാനം നാട് വിടേണ്ടി വന്ന എത്രയോ കഥകളുണ്ട് പ്രിയപ്പെട്ടവരുടെ. നാട് വിടേണ്ടി വന്നു. മനുഷ്യന്റെ മുമ്പിൽ നാണം കെട്ടുകൊണ്ട് നാട് വിടേണ്ടി, കുടുംബത്തോടു കൂടി നാട് വിടേണ്ടി വന്നു. എന്തുകൊണ്ട്? സമ്പത്തിൽ ക്രമക്കേടുകൾ നടത്തി. അല്ലാഹു പരിശോധിച്ചു. ഓടേണ്ടി വന്നു. നാട് വിട്ടോടേണ്ടെന്ന് മാത്രമല്ല, അവസാനം ഈമാന് കിട്ടാതെ, നിക്കക്കളിയില്ലാതെ. കാരണം സമ്പത്ത് കിട്ടുമ്പോ ഒന്നും ഓർത്തില്ല, അല്ലാഹുവിനെ ഓർത്തില്ല, ഒന്നും ഓർത്തില്ല. സമ്പത്തിനെ ധിക്കാരത്തിൽ ചെലവഴിച്ചു.
പരിശുദ്ധമായ അള്ളാഹു പരിശോധിച്ചു. അവസാനം നിവൃത്തിയില്ല, ഈമാൻ അള്ളാഹു ഊരിക്കളഞ്ഞു. അവസാനം വെള്ളത്തിലേക്ക് പോയി ചാടി വീണ എത്ര വലിയ സമ്പത്തിന്റെ ഉടമകളുണ്ട്. നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കഴിഞ്ഞുപോയ കഥകളാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പിടിച്ചു നിർത്താൻ പറ്റില്ല. അള്ളാഹു അങ്ങനെയാണ് പരിശോധിക്കുക. ദുനിയാവിൽ വെച്ചുകൊണ്ടൊന്ന് പരിശോധിക്കും. അങ്ങനെ സമ്പത്തിനെ കൊണ്ട് ആ സമയം, നിന്റെ സമയം വിലപ്പെട്ട സമയമാണ്. ആ സമയത്തിനെ നീ അള്ളാഹുവിന്റെ വഴിയിൽ വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ സമയത്തിനെ കൊണ്ട് അള്ളാഹ് നിന്നെ പരിശോധിപ്പിക്കും. ആരോഗ്യം, അങ്ങനെ എല്ലാ നിലക്കും നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് ഈ 4 പോയിന്റുകൾ. ഈ 4 പോയിന്റുകളില്ലാതൊരു മനുഷ്യൻ ജീവിതത്തിലേക്ക് പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. ഇതുകൊണ്ട് ഈ 4 പോയിന്റുകൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്തണം. സമയത്തിൽ ഓരോ സെക്കൻഡും, ഇനി അടുത്ത നിമിഷം വരുന്നത് അസറിന് വേണ്ടി കാത്തിരിക്കണം. നമ്മളുടെ ബിസിനസ് നടക്കണം. ബിസിനസ് നടക്കുമ്പോൾ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് വിജയത്തിലേക്ക് വരൂ, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ എല്ലാം അവിടെ മാറ്റിവെച്ചുകൊണ്ട് അതിലേക്ക് ഓടുന്നവരാകണം പ്രിയപ്പെട്ടവരെ. എന്നാൽ നിന്റെ ബിസിനസിനെ സംരക്ഷിക്കുന്നവൻ അള്ളാഹുവാണ്. നിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നവൻ അള്ളാഹുവാണ്. ഇങ്ങനെ അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. 4 ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ മാസത്തിൽ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. സ്വർഗ്ഗത്തെ കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കണം. വഅഊദു ബിക മിനന്നാർ, നരകത്തിന്റെ മോചനം. നരകമെന്നുള്ളത് ചില്ലറ വിഷയമല്ല പ്രിയപ്പെട്ടവരെ. അതികഠോരമായ ശിക്ഷ ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് നരകത്തിന്റെ ഒരു തീ. ആ തീയിനെ കുറിച്ച് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഒരു വചനം കൊണ്ട് ഞാൻ നിർത്തുകയാണ് പ്രിയപ്പെട്ടവരെ. എന്താണ് അല്ലാഹു പറഞ്ഞത്? നരകത്തിന്റെ ഒരു തീയെങ്ങാനും നമ്മൾ തുന്നുന്ന സൂചിയുണ്ടല്ലോ, തയ്ക്കുന്ന, അതായത് ഡ്രസ് അടിക്കുമ്പോൾ ഉണ്ടാക്കുന്ന സൂചി, ആ സൂചിന്റെ ഉള്ളിൽ നൂലിടാലുണ്ട്. ആ സൂചിന്റെ ഓൾസിലൂടെ നൂല് കടത്തലുണ്ട് ഇല്ലേ? ആ നൂല് കടത്തുന്ന ഓൾസിന്റെ ഉള്ളിലെങ്ങാനും നരകത്തിന്റെ തീനെ, അള്ളാഹു ഒരുക്കി വെച്ച നരകത്തിന്റെ തീനെയെങ്ങാനും ആ സൂചിന്റെ ഉള്ളിലെങ്ങോട്ട് ഈ ഭൂമി ലോകത്തേക്ക് കടത്തിവിട്ടാൽ ഈ ഭൂമി ലോകം മുഴുവനും കരിക്കട്ടയാകി പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു ഗൗരവമാണ്. നമ്മൾക്കതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈമാനിന്റെ ബലഹീനത പ്രിയപ്പെട്ടവരെ. നമ്മൾ എന്തുകൊണ്ട് കരയുന്നില്ല? ഇപ്പോൾ റമദാൻ മാസമായി ഇതിൽ കരഞ്ഞില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് കരയുക പ്രിയപ്പെട്ടവരെ? കൽബ് പൊട്ടി അള്ളാഹുവിലേക്ക് മനസ്സ് കരയുന്നില്ല എങ്കിൽ നമ്മുടെ ഈമാനിന്റെ ബലഹീനത നമ്മൾ പരിശോധിക്കണം. ആത്മപരിശോധന. നമ്മുടെ ഈമാൻ എവിടെയുണ്ട്? മഹാത്മാക്കളുടെ ഈമാൻ എവിടെയുണ്ട്? തുലാസിൽ വെച്ച് കഴിഞ്ഞാൽ 0 പ്രിയപ്പെട്ടവരെ. ഒന്നുമില്ല. നമ്മുടെ ഈമാൻ ഒന്നുമില്ല. ആ ഈമാനിനെ പരിപോഷിപ്പിക്കാനുള്ള ഏറ്റവും ആത്മീയമായ ഉത്തുംഗതയിൽ പരിപോഷിപ്പിക്കാനുള്ള മാസമാണ് ഈ പരിശുദ്ധമായ റമദാൻ മാസം. ആത്മസംസ്കരണത്തിന്റെ മാസമെന്നാണ് ലോകത്തിന്റെ നേതാവ് ഈ മാസത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. ആത്മസംസ്കരണം, ആത്മാവിനെ സംസ്കരിക്കുക, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക ഈ റമദാൻ മാസം കൊണ്ടാണ്. അതുകൊണ്ട് രണ്ടാമത്തെ 10 വന്നു. ഒരു നിമിഷം വിട്ടുപോകരുതേ പ്രിയപ്പെട്ടവരെ, വിട്ടുപോകരുതേ. വിട്ടുപോയാൽ എനിക്ക് തിരിച്ചു കിട്ടാനില്ല. ഈ റമദാൻ മാസത്തിലെങ്ങാനും ഒരു മനുഷ്യൻ നന്നായില്ല എങ്കിൽ പിന്നൊരു നന്നാവൽ പ്രതീക്ഷിക്കേണ്ട പ്രിയപ്പെട്ടവരെ. കാരണം ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, പ്രത്യക്ഷ ശത്രുവായ ഇബ്ലീസിനെ ചങ്ങലക്കിടുന്ന മാസമാണ് ഈ റമദാൻ മാസമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഇബ്ലീസിനെ ചങ്ങലക്കിട്ടിട്ടും കൂടി നമ്മൾ നന്നായില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നന്നാകുക? ഒന്ന് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക പ്രിയപ്പെട്ടവരെ. ഇനി വരാൻ പോകുന്നു 17 ബദ്രീങ്ങൾ ആണ്ടൊക്കെ വരും. മാഷാ അല്ലാഹ്, അതൊക്കെ നല്ല നിലക്ക് അതർഹിക്കുന്ന ബഹുമാനാദരവോടുകൂടി ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടും. മാത്രമല്ല ലൈലത്തുൽ ഖദറിൻ്റെതാ ഈ 10 കഴിഞ്ഞാൽ ലൈലത്തുൽ ഖദർ. എന്താണ് ലൈലത്തുൽ ഖദർ പ്രിയപ്പെട്ടവരെ? ഒരൊറ്റ ഒരു ഖദറാണ്. ഒരു സെക്കൻഡ് നേരം 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമുള്ള ഒരു രാവ്. 84 വർഷം
ആരാധിച്ച പ്രതിഫലം ഒരൊറ്റ ഒരു സെക്കൻഡ് കൊണ്ട് പടച്ച റബ്ബ് ഈ ഉമ്മത്തിന് കൊടുക്കുന്ന ഒരു രാത്രി, ലൈലത്തുൽ ഖദറിന്റെ രാത്രി. പ്രതീക്ഷിക്കുക പ്രിയപ്പെട്ടവരെ, പണിയെടുക്കുക, പരിശ്രമിക്കുക. ആ രാത്രിക്ക് വേണ്ടി ഈ നിമിഷം മുതൽ കരഞ്ഞ് ആ രാത്രിക്ക് വേണ്ടി നിരന്തരമായി കരയുക പ്രിയപ്പെട്ടവരെ. അതെങ്ങാനും നമ്മുടെ ഖൽബിലേക്ക് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ധന്യരായി. നമ്മൾ നന്നാകണം. ഈ മാസത്തിൽ നന്നായില്ല എങ്കിൽ എന്നൊരു നന്നാവലില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവുമായി എടുക്കുക. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. കുറച്ച് തഹ്ലീൽ, കുറച്ച് ഇസ്തിഗ്ഫാർ, കുറച്ച് സലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. അല്ലാഹു നമ്മുടെ ഈ സദസ്സ് അവൻ പൊരുത്തപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന മജ്ലിസുൽ ഉൾപ്പെടുത്തിയാൽ ഇവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല, ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും അത് വലിയൊരു ബെനിഫിറ്റ്, അതായത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നിരന്തരമായി അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഒരൊറ്റ ഒരു ഹറാമിയത്ത് ചെയ്യാതെ ധന്യമായ സൂക്ഷ്മതയുള്ള ഒരു ജീവിതം അല്ലാഹു ഈ മജ്ലിസിനെ കൊണ്ട് എനിക്കും നിങ്ങൾക്കും നൽകി. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.